بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. واتقوا الله ربكم لا تخرجوهن من بيوتهن ولا يخرجن إلا أن يأتين بفاحشة مبينة وتلك حدود الله ومن يتعد حدود الله فقد ظلم نفسه لا تدري لعل الله يحدث بعد ذلك أمرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ വിവാഹ മോചനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിക്കപ്പെട്ടത്. ഇസ്ലാമിൽ ത്വലാഖ് നിർവഹിക്കുന്നതിന് ധാരാളം നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും അത് കേവലം ഒരു കളിയും പ്രഹസനവുമായി മാറാൻ പാടില്ല എന്നും കണിശമായ നിയമങ്ങൾ കൃത്യമായി തന്നെ ഇസ്ലാം ആ രംഗത്ത് നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീയെ മൊഴിചൊല്ലുന്നതിന്, ത്വലാഖ് ചൊല്ലുന്നതിന് ആവശ്യമായ ഏതെല്ലാം കാര്യങ്ങൾ, ഏതെല്ലാം രൂപത്തിലുള്ള പ്രത്യേകമായ കടമ്പകൾ കടന്നിട്ട് വേണം വിവാഹമോചനം, അത് സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഉപദേശിക്കുകയും അതുപോലെ തന്നെ കിടപ്പറയിൽ മാറ്റിക്കിടത്തുക എന്ന രൂപത്തിലുള്ള മനഃശാസ്ത്രപരമായ ചികിത്സയും പരിക്കേൽപ്പിക്കാത്ത നിലക്കുള്ള ശിക്ഷാ സമ്പ്രദായങ്ങളും അതിന്റെയും ശേഷം ഒരു കുടുംബത്തിലുള്ള അഥവാ രണ്ട് കുടുംബത്തിൽ നിന്നും മധ്യസ്ഥന്മാരിടപെട്ടുകൊണ്ട് പ്രശ്നങ്ങളെ സംബന്ധിച്ചു പഠിക്കുകയും അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അതും പരിഹാരമായി, അതല്ലെങ്കിൽ ഒരു നിവാരണ മാർഗമായി മാറിയിട്ടില്ലെങ്കിലാണ് ഇസ്ലാം ത്വലാഖ് ചൊല്ലുവാനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. ഇതുവരെയാണ് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി അങ്ങനെ കുടുംബം ഇടപെട്ടിട്ടും ഇവർ തമ്മിൽ രഞ്ജിപ്പിലെത്തുന്നില്ലെങ്കിൽ ആ ഘട്ടത്തിലാണ് ഇസ്ലാം ത്വലാഖിന് അനുവാദം നൽകുന്നത്. എന്നാൽ അങ്ങനെ ത്വലാഖിന് അനുവാദം നൽകുമ്പോൾ പോലും ചില കാര്യങ്ങൾ ഇനിയും ശ്രദ്ധിക്കാനുണ്ട്. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ത്വലാഖ് ചൊല്ലുന്നത് അവളുടെ ശുദ്ധികാലത്തു മാത്രമേ പാടുള്ളൂ. അഥവാ ഒരു സ്ത്രീ ഹൈളുകാരിയോ നിഫാസുകാരിയോ ആണെങ്കിൽ അവളെ ത്വലാഖ് ചൊല്ലാൻ പാടില്ല.
വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം. അവൾ ശുദ്ധിയാകുന്ന കാലഘട്ടം വരെ കാത്തിരിക്കണം. അതാണ് പണ്ഡിതന്മാര് വിശദീകരിച്ചത്. ഒരു സ്ത്രീയെ ഒരു പുരുഷൻ മൊഴി ചൊല്ലുമ്പോ ഈ രൂപത്തിലുള്ള കടമ്പകളൊക്കെ കടന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച എല്ലാ മാർഗങ്ങളും പരാജയപ്പെട്ടു. തലാഖ് ചൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെയും പുരുഷൻ ഒന്ന് ആലോചിക്കണം എന്നാണ്. എന്താണ്? അവൾ മെൻസസ് ഉള്ള അവസരത്തിൽ അവളെ തലാഖ് ചൊല്ലാൻ പാടില്ല. അതല്ലെങ്കിൽ നിഫാസുകാരിയാണ്, പ്രസവിച്ചു കിടക്കുന്ന ആരൊക്കെയുള്ള അശുദ്ധിയുള്ള സമയത്ത് തലാഖ് ചൊല്ലാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? അവൾ അതിൽ നിന്ന് കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ കാത്തിരിക്കണം, എന്നിട്ടേ തലാഖ് പാടുള്ളൂ. മാത്രമല്ല, അങ്ങനെ കുളിച്ച് ശുദ്ധിയായാൽ പോലും ഹൈള് കാലഘട്ടം കഴിഞ്ഞാൽ പോലും അവളുമായി ശാരീരികമായ ബന്ധം നടക്കാനും പാടില്ല. ശാരീരികമായ ബന്ധം നടന്ന പിന്നെ തലാഖ് എല്ലാം പാടില്ല ആ സമയത്ത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാം എത്രത്തോളം ഒരു തലാഖ് നടക്കാതിരിക്കാനുള്ള കാര്യങ്ങളാ പറയുന്നത്. എവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇസ്ലാം ഇഷ്ടം പോലെ തലാഖ് ചെല്ലാൻ പഠിപ്പിക്കുന്ന മതമാണെന്നാണ് ഇസ്ലാമിന്റെ എതിരാളികളും വിമർശകന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധാരാളമായി വിശദീകരിച്ചു, ത്വലാഖ് ചൊല്ലാതിരിക്കാനുള്ള ഒരുപാട് കടമ്പകൾ കടന്നിട്ട് വേണമെന്ന്. അതൊക്കെ കഴിഞ്ഞ് ആ 3 മാർഗങ്ങൾ കഴിഞ്ഞു, കുടുംബ കോടതി ഇടപെട്ടു, എല്ലാം കഴിഞ്ഞു. എന്നിട്ടും തലാഖ് ചൊല്ലണമെന്നുണ്ടെങ്കിൽ അപ്പോഴും പുരുഷൻ ആലോചിക്കണം, പെണ്ണ് ശുദ്ധികാലത്താണോ. അതിലൊരു തത്വമുണ്ട്. അവിടെയും നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇസ്ലാം മാനുഷികമായി മനുഷ്യന്റെ ആഗ്രഹങ്ങളെ കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് റഹ്മാനായ റബ്ബ് നിയമം അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ഒരു സ്ത്രീ മെൻസസ് പീരീഡിലായിരിക്കെ പുരുഷൻ അവളെ ത്വലാഖ് ചൊല്ലിക്കൂടാന്ന് പറയാൻ കാരണം ആ സമയത്ത് ഈ പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റേതായ ശാരീരികമായ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റാത്ത ഒരു പീരീഡിലാണല്ലോ ആ ഭാര്യയുള്ളത്. ഒരു സ്ത്രീ മെൻസസ് പീരീഡിലായിരിക്കെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധം നിഷിദ്ധമാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തന്റെ ആഗ്രഹം നടക്കാത്ത ഒരു സമയമാകുമ്പോ സ്വാഭാവികമായും ചിലപ്പോ ഭാര്യയോട് അതിന്റെ പേരിൽ ഒരു അകൽച്ചയും ഒരു വെറുപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാം പറയണ അവളെ അശുദ്ധിയുള്ള സമയത്ത് നീ ത്വലാഖ് എല്ലാം പാടില്ല. പിന്നെന്ത് ചെയ്യണം? അവള് കുളിച്ച് ശുദ്ധിയാവോളം കാത്തു നിൽക്കണം. കുളിച്ച് ശുദ്ധിയായിട്ടും നീ അവളുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെട്ടാലോ ത്വലാഖ് എല്ലാം പാടില്ല. പിന്നെ അത് പറ്റൂല. പിന്നെ വീണ്ടും അവള് ഹൈളകാരിയായി, പിന്നെ കുളിച്ച് ശുദ്ധിയായി, ശുദ്ധികാലത്ത് നീ അവളുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടാത്ത സമയത്തെ എന്ത് ചെയ്യാവൂ? ത്വലാഖ് ചൊല്ലാവൂ. അപ്പൊ ഒരു സ്ത്രീ മെൻസസ് പീരീഡിലായി, അവള് കുളിച്ച് ശുദ്ധിയായി, എന്നിട്ടും ഈ ഭർത്താവ് ആ ഭാര്യയുമായിട്ട് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല, അവർ പിണങ്ങിത്തന്നെ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ കാരണമുണ്ട്. കാരണമുണ്ടായിട്ടാണ്. ശുദ്ധികാലം കഴിഞ്ഞു, അവരുടെ അശുദ്ധികാലം കഴിഞ്ഞു, കുളിച്ചു ശുദ്ധിയായി, അവർ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല, എന്നിട്ടും അവർ സഹശയനം നടത്തുന്നില്ല, ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുന്നില്ല എങ്കിൽ അവരുടെ പ്രശ്നം ഗൗരവം തന്നെയാണ്. അതിനു മുമ്പ് ഈ കടമ്പകളൊക്കെ കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതൊന്നും മറക്കരുത്, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അശുദ്ധി ഉണ്ടായി, കുളിച്ചു കഴിഞ്ഞു, എന്നിട്ടും അവരടുക്കുന്നില്ല, അപ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ സമയത്താണ് ഇസ്ലാം പറയുന്നത് എന്ത്? ത്വലാഖ് ചൊല്ലാൻ. അപ്പൊ ത്വലാഖ് ചൊല്ലാം. ഇസ്ലാം പുരുഷന് അനുവാദം കൊടുക്കുന്നു. ആ സമയത്ത് നിനക്ക് നിന്റെ ഭാര്യയെ ഒരു നിവൃത്തിയുമില്ലെങ്കിൽ ത്വലാഖ് ചൊല്ലാവുന്നതാണ്. ഇനി അവിടെ തന്നെ പണ്ഡിതന്മാർ പറയണ എന്താണ്? ശുദ്ധിയുടെ ഘട്ടത്തിൽ വീണ്ടും ബന്ധപ്പെട്ടാലുള്ള പ്രശ്നം എന്താ? ഞാൻ പറഞ്ഞല്ലോ, ശുദ്ധി ആയതിന്റെ ശേഷം പിന്നെ ശാരീരിക ബന്ധം പാടില്ല. ശാരീരിക ബന്ധത്തിനു മുമ്പേ ത്വലാഖ് ചൊല്ലണം. അങ്ങനെ ശാരീരികമായ ബന്ധം നടന്നാൽ ഇസ്ലാം അവിടെയും കാത്തു നിൽക്കാണ്. ഒരു വേള ആ ബന്ധത്തിൽ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടായി. മാത്രല്ല, ഒരു വേള പെണ്ണ് ഗർഭിണിയാണെന്നൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ അതിലൂടെ ഗർഭം ധരിച്ചു, ഗർഭിണിയാണ് തന്റെ ഭാര്യ എന്നറിഞ്ഞാൽ ഈ ഭർത്താവിന്റെ മനസ്സൊരു പക്ഷേ മാറിയേക്കും. കാരണം അവൾ ഗർഭിണിയായി, എന്റെ ഒരു കുട്ടിയുടെ ഉമ്മയാവാൻ പോവുകയാണ്, ഞാൻ അവളെ ഒഴിവാക്കേണ്ട എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലും, ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയാണല്ലോ, ഇദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞാണ് എന്റെ ഗർഭാശയത്തിൽ വളരുന്നത്, ഞങ്ങൾ തെറ്റിപ്പിരിയാൻ പാടില്ല
എന്ന് ഭാര്യയുടെ ഭാഗത്തുനിന്നും ഭർത്താവിന്റെ ഭാഗത്തുനിന്നും അവർക്കിടയിൽ കൂടുതൽ മുമ്പില്ലാത്ത ഒരു ബന്ധത്തിനും സ്നേഹത്തിനുമൊക്കെ അത് നിമിത്തമാകാം. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് പറഞ്ഞത്? ശുദ്ധിയായിട്ടും ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ട പിന്നെ ആ കാലത്ത് തലാഖെല്ലാം പാടില്ല. പിന്നെ അവൾ വീണ്ടും അശുദ്ധിയായി മെൻസസ് പീരീഡിലെത്തി, പിന്നെ കുളിച്ച് ശുദ്ധിയായി അവരുമായി ശാരീരികമായ ബന്ധം നടക്കാത്ത ഒരു ഘട്ടത്തിലായിരിക്കണം ത്വലാഖ് ചൊല്ലേണ്ടത്. ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് വരെ അറിയാത്ത സംഗതിയാണ്. അതുകൊണ്ടാണ് ഇത്ര സാവകാശവും ലളിതമായും ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ എന്നോടെന്ന പോലെ ഇത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഇങ്ങനെയൊക്കെ ആയാൽ ഇസ്ലാം പറയുന്നു ത്വലാഖ് ചൊല്ലാനുള്ള അനുവാദം ഉണ്ട്. അപ്പൊ സഹോദരന്മാരെ, അപ്പൊ അങ്ങനെ ത്വലാഖ് നടന്നാൽ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഇങ്ങനെ അശുദ്ധിയുള്ള കാലത്ത് ത്വലാഖ് ചൊല്ലി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ആ വിവരമെത്തി. ആരാ ത്വലാഖ് ചൊല്ലിയത്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മോൻ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു. ഈ വിവരങ്ങൾ നിയമങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലി. വഹിയ ഹായിദ്, അവർ ഋതുമതിയായിരിക്കെ, മെൻസസ് പീരീഡായ ഘട്ടത്തിലാണ് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു ഭാര്യയെ മൊഴി ചൊല്ലിയത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്ന സംഭവമാണ്. ആ സമയത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മകന്റെ ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പോയി പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ ഖത്താബിനോട് പറഞ്ഞു, മുർഹു, മോനോട് പറയ്, ഫൽയുറാജിഹ, അവളുമായി ജീവിക്കട്ടെ, തിരിച്ചെടുക്കാൻ പറയൂ. ത്വലാഖ് എല്ലാം പാടില്ല ഈ സമയത്ത്. ഹൈലുകാരിയായിരിക്കെ ത്വലാഖ് ചെല്ലാൻ പാടില്ല. എന്നിട്ട് അവൾ ശുദ്ധിയാകുന്നത് വരെ കാത്തു നിൽക്കട്ടെ. പിന്നെയും അവൾ മെൻസസായി ശുദ്ധിയാകുന്ന സമയത്തെ എന്ത് ചെയ്യാവൂ? അവളെ മൊഴി ചൊല്ലാൻ പാടുള്ളൂ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. സുമ്മ ഇൻഷാ അംസിക് ബഅദ വ ഇൻഷാ ത്വല്ലിഖ് ഖബല അൻ യമസ്സ, അവളുമായി ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ മുമ്പ് ത്വലാഖ് ചൊല്ലാം. അതല്ല അവർക്ക് തുടരുകയാണെങ്കിൽ തുടരാം. ഇതാണ് വേണ്ടത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് മകനോട് പറയാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ വളരെ കൃത്യമാണ്. ഇനി സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ത്വലാഖ് നടന്നാൽ, ത്വലാഖ് നടന്നു കഴിഞ്ഞാൽ അവിടെയുമുണ്ട് ചില കാര്യങ്ങൾ. നമ്മുടെയൊക്കെ നാടുകളിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തീരെ വിസ്മരിക്കപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാര്യം. അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തവും വ്യക്തവുമായ ഭാഷയിൽ ശാസനാരൂപത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു നിയമം മുസ്ലിമീങ്ങൾക്കിടയിൽ അത് എടുത്തു പോയിരിക്കുകയാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്? വത്തഖുല്ലാഹ റബ്ബക്കും, പുരുഷന്മാരോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ലാ തുഖ്രിജൂഹുന്ന, മൊഴി ചൊല്ലപ്പെട്ട നിങ്ങളുടെ പെണ്ണിനെ നിങ്ങൾ പുറത്താക്കരുത്. ലാ തുഖ്രിജൂഹുന്ന, സ്ത്രീകളെ നിങ്ങൾ പുറത്താക്കരുത്. മിൻ ബുയൂതിഹിന്ന, അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കരുത്. അഥവാ നീ നിന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ, ആ ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണെന്ന നിലക്ക് നീ പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാൻ പാടില്ല. നീ അവളെ പുറത്താക്കാൻ, നിങ്ങൾ അവരെ, ആ സ്ത്രീകളെ പുറത്താക്കാൻ പാടില്ല അവര് താമസിക്കുന്ന വീടുകളിൽ നിന്ന്. വലാ യഖ്റുജന, ആ സ്ത്രീകൾ സ്വയം തന്നെ പുറത്തു പോകാനും പാടില്ല, അവര് സ്വമേധയായി ഇറങ്ങിപ്പോകാനും പാടില്ല, നിങ്ങൾ പുറത്താക്കാനും പാടില്ല. ഇല്ലാ അയ്യതീന ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ നിലക്കുള്ള വല്ല നീചവൃത്തിയും കൊണ്ടുവന്നാലല്ലാതെ. വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല പറയണം. ഇതുവരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന്, അഥവാ ഭർത്താവിന്റെ വക വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിടാനോ സ്വമേധയാ അവൾ ഇറങ്ങിപ്പോകാനോ പാടില്ല. ആലോചിച്ചു നോക്കണം. ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞ പെണ്ണിന്റെ അവസ്ഥയായി പറയണത്. ഒരാൾ അയാളുടെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ആ പെണ്ണ് താമസിക്കുന്ന ഭർത്താവിന്റെ വീട്ടിലാണല്ലോ. ആ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ഈ പെണ്ണിനെ, നിന്നെ ഞാൻ മൊഴി ചൊല്ലിയല്ലോ, നീ ഇനി ഇവിടെ നിൽക്കാൻ നിനക്കെന്താ അധികാരമുള്ളത്, പോ പുറത്ത് എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ പാടില്ല.
നീ പൊയ്ക്കോ നിന്റെ വീട്ടിലേക്ക്, നീ എന്റെ ഭാര്യയല്ലല്ലോ, ഞാൻ നിന്നെ മൊഴി ചൊല്ലിയില്ലേ എന്നും പറഞ്ഞ് പെണ്ണിനെ ഇറക്കി വിടാൻ പാടില്ല. അള്ളാഹ് പറയാണ്, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണേ ഭർത്താക്കന്മാരെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാനെ സൂക്ഷിക്കണേ. റബ്ബക്കും, നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ലാ തുഖ്രിജൂഹുന്ന, ആ സ്ത്രീകളെ നിങ്ങൾ പുറത്താക്കരുത്. മിൻ ബുയൂതിഹിന്ന, അവരുടെ വീടുകളിൽ നിന്ന്, അഥവാ അവരിതുവരെ താമസിച്ചിരുന്ന അവരുടെ വീടുകളിൽ നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കാൻ പാടില്ല. വലാ യഖ്റുജ്ന, അവര് സ്വയം തന്നെ പുറത്തു പോകാനും പാടില്ല. ഇല്ലാ അൻ യഅ്തീന ബിഫാഹിശത്തിൻ മുബയ്യിന, അവര് വ്യക്തമായ വല്ല നീചവൃത്തിയും കൊണ്ടുവന്നാലല്ലാതെ. അങ്ങനെ വ്യക്തമായ വല്ല നീചവൃത്തിയും അവരിൽ നിന്ന് സംഭവിച്ചാൽ നിങ്ങൾക്ക് പുറത്താക്കാം, പുറത്തു പോകാൻ പറയാം, ഇറക്കി വിടാം. എന്നാൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. രണ്ടു കൂട്ടർക്കും തൃപ്തി പോകലാണ്. ഭർത്താവും തീരുമാനിച്ചു, ഭാര്യയും തീരുമാനിച്ചു, ഞങ്ങൾ പോകുന്നതാണ്, ഞാൻ വേറെ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ പോലും പാടില്ല എന്നാണ് ചില പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. വ്യക്തമായ നീചപ്രവൃത്തി വന്നാലല്ലാതെ അവരെ ഇറക്കി വിടാനോ അവര് തന്നെ സ്വയം പുറത്തു പോകാനോ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? കാരണം എന്താ അറിയോ, നമ്മുടെയൊക്കെ നാടുകളിൽ വാസ്തവത്തിൽ അള്ളാഹുവിന്റെ ഈ നിയമം അതർഹിക്കുന്ന വിധത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ നടപ്പിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നടക്കുന്ന വിവാഹമോചനങ്ങളിൽ 99% താനേ ദുർബലപ്പെട്ടു പോകും. വിവാഹമോചനം നടന്നാൽ തന്നെ ആ വിവാഹമോചനങ്ങളൊന്നും നിലനിൽക്കൂല. ഈ ഒരു സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നുവെങ്കിൽ. കാരണം എന്താണെന്നറിയോ, ത്വലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഏകദേശം 3 മാസക്കാലം ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കഴിയണമെന്നാ ഇസ്ലാം പറയുന്നത്. 3 മാസക്കാലം, അതാ അവളുടെ ഇദ്ദാകാലം. ഏകദേശം 3 മാസക്കാലം മൊഴി ചൊല്ലപ്പെട്ട പെണ്ണ് തന്നെ മൊഴി ചൊല്ലിയ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? 3 മാസം തന്റെ ചെലവില് ഭാര്യ കഴിയാണ്. തലാഖ് ചൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ഭാര്യ അല്ലാതാവുന്നില്ല, ശാരീരികമായ ബന്ധം ഒഴികെയുള്ള എല്ലാം ആവാം. അവൾക്ക് ഭക്ഷണം കൊടുക്കണം, വസ്ത്രം നൽകണം, പാർപ്പിടം നൽകണം, ചികിത്സ കൊടുക്കണം. അതുപോലെ തന്നെ അവളുമായി സംസാരിക്കാം, അവൾക്ക് ഇങ്ങോട്ട് സംസാരിക്കാം. ഈ ഭർത്താവിന് വേണ്ട രൂപത്തിലുള്ള പരിചരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഈ ഭർത്താവ് കാണെ ഭർത്താവിന്റെ മാനസികമായ സന്തോഷത്തിന് ഉതകുന്ന നിലക്കുള്ള ഏറ്റവും മുന്തിയ അലങ്കാര വസ്ത്രങ്ങൾ അണിയാം, സുഗന്ധം ഉപയോഗിക്കാം, ആഭരണമണിയാം. അങ്ങനെ ഭാര്യയും ഭർത്താവുമാണ്, എന്നാ ഭാര്യയും ഭർത്താവും അല്ല. ഇങ്ങനെ ഒരു 3 മാസം ഇങ്ങനെ കണ്ടാ എങ്ങനെ ഉണ്ടാവും? പരിശുദ്ധ ഖുർആനാ ചോദിക്കുന്നത്. മൊഴി ചൊല്ലപ്പെട്ട പെണ്ണ് പുതിയാപ്പളുടെ വീട്ടിൽ തന്നെ കഴിയാണ്. അവരൊരു വീട്ടിൽ തന്നെ കഴിയുന്നത്. അവൾ നല്ല വേഷം ധരിക്കുന്നു, തന്റെ ഭർത്താവിന്റെ മനസ്സിനെ കൊതിതോന്നുന്ന നിലക്കുള്ള വേഷം ധരിക്കാം, ഭർത്താവിന് വേണ്ടി അലങ്കാരമണിയാം, സുഗന്ധം ഉപയോഗിക്കാം. ഏതൊക്കെ വിധത്തിൽ അയാളുടെ മനസ്സ് മാറ്റാൻ ഉതകുന്ന നിലക്ക് അവളുടെ ശരീരം പ്രദർശിപ്പിക്കാം. പക്ഷെ ലൈംഗിക ബന്ധം പാടില്ല, ശാരീരിക ബന്ധം പാടില്ല. അപ്പൊ ഒരു ഹാഫ് ഭാര്യയാണെന്ന ഭാര്യയല്ല. ഇങ്ങനെ നിൽക്കണം എന്നാ ഇസ്ലാം പറയുന്നത്. എന്തിന്? എവിടെ നിൽക്കണം? എവിടെ നിൽക്കണം? മൊഴി ചൊല്ലിയ ഭർത്താവിന്റെ വീട്ടിൽ. എന്താ അങ്ങനെ ഉണ്ടായാൽ സംഭവിക്കുക? തലാഖിനിടയാക്കിയ പ്രശ്നങ്ങൾ ക്രമേണ തീർന്നു പോകും. 3 മാസമല്ല, ചിലപ്പോ ഒരാഴ്ച കൊണ്ടൊക്കെ ശരിയാവും. കാരണം എന്താ? രണ്ടാളും ഇങ്ങനെ പരസ്പരം കാണുകയാണ്, ഒരേ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത്, പുതിയാപ്പളുടെ ചെലവാ കഴിക്കുന്നത്, അദ്ദേഹത്തിന്റെ വീട്ടിലാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്, പരസ്പരം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സംസാരിക്കാം, ഒന്നും വിരോധമില്ല. എന്നാൽ അങ്ങനെ ഒരു 2-3 മാസം അങ്ങനെ കഴിയുമ്പോഴേക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാവുകയും രണ്ടാൾക്കുമിടയിൽ വേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ തോന്നിത്തുടങ്ങുകയും അവർക്കിടയിൽ പരസ്പരം ആഗ്രഹം ജനിക്കാനും പഴയ ബന്ധം തുടരുന്നതിന് എന്തിനാ ഞങ്ങൾ ഇനിയും വിട്ടുനിൽക്കുന്നത്, ഞങ്ങൾക്കൊന്നിച്ചു പോകാമല്ലോ എന്നവരുടെ മനസ്സിൽ ആശ ജനിക്കാനും അങ്ങനെ മടക്കിയെടുക്കാനും കാരണമാകും. അങ്ങനെ ഒരു 3 മാസമാണ് നിൽക്കുമ്പോ അത്രയൊന്നും വേണ്ടിയല്ല, നമ്മൾ തമ്മിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മൾ മടക്കിയെടുക്കും, അങ്ങനെ തിരിച്ചെടുത്തേക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മനുഷ്യന്റെ സൃഷ്ടാവ്. മനുഷ്യ മനസ്സിനെ കുറിച്ച് മനുഷ്യനേക്കാൾ അറിയാവുന്ന അള്ളാഹുവിന്റെ ഈ നിയമം എത്രമാത്രം യുക്തിപൂർണമാണ് എന്ന് നമ്മൾ ആലോചിക്കണം.
പക്ഷേ മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തു? ഇതൊക്കെ അവഗണിച്ചു കളഞ്ഞു. മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയമം കേട്ടാ ഭയങ്കര അത്ഭുതം തോന്നുന്നു. ഇങ്ങനെ ഒരു നിയമോ? ഇദ്ദയിലിരിക്കുന്നവർക്ക് ചെലവിന് കൊടുക്കണം, കൂടെ താമസിപ്പിക്കണം എന്നൊക്കെ ആളുകൾ മറന്നുപോയി. അതിന്റെയൊക്കെ ദുരന്തഫലം ഈ സമുദായം ഇന്ന് അനുഭവിച്ചേ പറ്റൂ, അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇന്നെന്താ സംഭവിക്കുന്നത് എന്നറിയോ? ഇന്ന് വീട്ടിൽ നിർത്തുന്നത് പോയിട്ട് നിസ്സാര കാര്യത്തെപ്പറ്റി തൊലാക്കാണ് നടക്കും. ഖുർആനി പറഞ്ഞ ഒരു കടമ്പയും കടന്നിട്ടുണ്ടാവില്ല, ഉപദേശം മര്യാദക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, കിടപ്പറയിൽ പാലിക്കേണ്ട മര്യാദ പാലിച്ചിട്ടുണ്ടാവില്ല, ചെറിയ രൂപത്തിലുള്ള ശിക്ഷാ സമ്പ്രദായം എടുക്കുന്നത് അത് ഉണ്ടായിട്ടുണ്ടാവില്ല. അത് വലിയ തോതിൽ ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും, മറ്റൊന്നും നടന്നിട്ടുണ്ടാവില്ല. അതിന്റെ മുമ്പനെ നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുടുംബ കോടതി ഹക്കമം മിൻ അഹ്ലിഹി വ ഹക്കമം മിൻ അഹ്ലിഹ, അവന്റെ കുടുംബത്തിൽ നിന്നൊരാള് അവളുടെ കുടുംബത്തിൽ നിന്നൊരാള്, അതൊക്കെ എപ്പോഴോ അറിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടോ പരസ്യമായി തൊലാക്ക് അതൊക്കെയാണ് വിളിച്ചു പറഞ്ഞ് തൊലാക്കൊക്കെ നടക്കുമ്പോ തന്നെ പെണ്ണ് നടക്കണീന് ഒരു മാസം മുമ്പ് വരിയിൽ കാട്ടി പറഞ്ഞയച്ചിട്ടുണ്ടാവും. അവളൊന്നും അല്ലെങ്കിൽ ഇറങ്ങി പോയിട്ടുണ്ടാവും. തൊലാക്ക് നടക്കുന്നതിന്റെ മുമ്പേ ഒന്നുകിൽ അവൾ വീട്ടിൽ നിന്ന് അവളെ പുറത്താക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൾ സ്വയം ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. നാണല്ലാതെ നിങ്ങളെ കൂടെ നിൽക്കാം, അപ്പൊ എന്നെ കിട്ടുമെന്ന് ചോദിച്ചിട്ട് അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. നിങ്ങൾ എന്നെ മൊഴി ചൊല്ലി പിന്നെ നിങ്ങളെ ചോറും കഞ്ഞിയൊക്കെ ഞാൻ കഴിക്കേ, നിങ്ങളെ വീട്ടിൽ നിൽക്കുക, അതിന് വേറെ ആളെ നോക്കേണ്ടി വരും. അവൾക്കും വാശിയല്ലേ, അവൾ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. എന്നാ നീ പോടി പുറത്ത്, അവനും പുറത്താക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ. പിന്നെ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അകന്ന് ആ ഒരു വൈരവും പകയും വിദ്വേഷവും ഒക്കെ ഇങ്ങനെ നിലനിൽക്കും കുറേ കാലം. അതിലിടക്ക് കേസും കോടതിയും ഒക്കെ നടക്കുന്നുണ്ടാവും. ഇതൊക്കെ ഇതിന്റെ ഇടയിൽ നടക്കും. ഇതിന്റെ ഇടയ്ക്ക് തന്നെ തിരിച്ചെടുക്കാവുന്ന ഒരു പീരീഡ് ഉണ്ട്, ആ ഇദ്ദാക്കാലം എന്ന് പറയണേ. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് അവൾ കാത്തിരിക്കേണ്ടുന്ന ദീക്ഷാകാലം എന്ന് പറയുന്ന ഇദ്ദാകാലം എന്ന് പറയുന്ന ആ അവധിയും ഇതിന്റെ ഇടക്ക്, ഈ വാശിയും വൈരത്തിന്റെ കിടക്ക് അത് തീർന്നു പോയിട്ടുണ്ടാവും, മടക്കിയെടുക്കാനുള്ള അവസരവും പോയിട്ടുണ്ടാകും. പിന്നീടാണ് എല്ലാം ആളുകൾ എന്ത് ചെയ്യുക, ചിന്തിക്കുക. അപ്പോഴേക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തൊലാഖിന്റെ ഒരു കോലം. ഇതിന് ഇസ്ലാം ഉത്തരവാദിയാണോ? നമ്മൾ കേൾക്കുക, നമ്മൾ മനസ്സിലാക്കുക. ഇതിനാരാണ് ഉത്തരവാദി? ഇതിന് ഇസ്ലാം ഉത്തരവാദിയാണ്. എന്തെന്ത് നിയമങ്ങളാണ് ഇസ്ലാം പറഞ്ഞത്? നിങ്ങൾ താമസിക്കുന്നിടത്ത് നിങ്ങളവരെ പാർപ്പിക്കണമെന്ന് അള്ളാന്റെ കൽപ്പനയാണ്. അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും വലാ തുദാറൂഹുന്ന ലിതുദയ്യിഖൂ അലൈഹിൻ. അസ്കിനൂഹുന്ന, നിങ്ങൾ അവരെ താമസിപ്പിക്കണം. ആ പെണ്ണുങ്ങളെ നിങ്ങൾ താമസിപ്പിക്കണം, ഭർത്താക്കന്മാരെ. മിൻ ഹൈസു സകൻതും, നിങ്ങൾ താമസിക്കുന്നിടത്ത്. മിൻ വുജ്ദികും, അതായത് നിങ്ങളുടെ കഴിവിൽപ്പെട്ട ഒരു സ്ഥലത്ത് നിങ്ങൾ അവരെ നിങ്ങളുടെ കൂടെ താമസിപ്പിക്കണം. വലാ തുദാറൂഹുന്ന ലിതുദയ്യിഖൂ അലൈഹിന്ന, അവരുടെ മേൽ ഞെരുക്കമുണ്ടാക്കുവാൻ വേണ്ടി നിങ്ങൾ അവരോട് ഉപദ്രവം പ്രവർത്തിക്കരുത്. ഒരു നിലക്കും നിങ്ങൾ അവിടെ ഉപദ്രവിക്കരുത്. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണാണെന്ന് വിചാരിച്ചിട്ട് അവളെ ശാരീരികമായോ മാനസികമായോ വാക്കുകൊണ്ടോ നിങ്ങൾ അവരെ നോവിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ചെലവിന് കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം ഒക്കെ പറഞ്ഞല്ലോ. അതിന്റെയൊക്കെ തോതെത്ര? അതൊക്കെ ഓരോരുത്തരുടെ കഴിവനുസരിച്ച് മുമ്പ് ചെയ്തിരുന്ന പോലൊക്കെ ഇനിയും ചെയ്യണം. ലിയുൻഫിഖ് ദൂ സഅതിൻ മിൻ സഅതിഹി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ സയജ്അലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ ലിയുൻഫിഖ് ദൂ സഅതിൻ മിൻ സഅതിഹി. വിശാലത നൽകപ്പെട്ടവര് അവരുടെ വിശാലതയിൽ നിന്ന് ചെലവഴിക്കട്ടെ. എത്ര ചെലവിന് കൊടുക്കേണ്ട തോത് എന്ന് ഖുർആൻ പറയണം. കഴിവുള്ളവൻ കഴിവിനനുസരിച്ച് കൊടുക്കട്ടെ, കഴിവുള്ള ആള് കഴിവിനനുസരിച്ച് കൊടുക്കട്ടെ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു, ആർക്കെങ്കിലും പ്രയാസകരമായാണെങ്കിൽ ഫൽയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അല്ലാഹു അവന് നൽകിയത് എന്താണോ അതിനനുസരിച്ച് അവനും ചെലവഴിക്കട്ടെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹാ, അല്ലാഹു ഒരാളോടും അല്ലാഹുവിന് നൽകിയിട്ടുള്ള കഴിവിന്റെ അപ്പുറത്തേക്ക് നിർബന്ധിക്കുന്നില്ല. സയജ്അലുല്ലാഹു ബഅദ ഉസ്രിൻ യുസ്റാ, ഏത് ഞെരുക്കങ്ങളുടെ ശേഷവും അല്ലാഹു ധാരാളം എളുപ്പങ്ങൾ നിശ്ചയിച്ച് തന്നേക്കും. ഇത്ര കൃത്യമായിട്ട് അല്ലാഹു തആല ആ വിഷയം പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ പെണ്ണുങ്ങളെ തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിനെ അവനവന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ല, അവൾ ഇറങ്ങിപ്പോകാനും പാടില്ല. അത് ഹറാമാണെന്നാ പറയുന്നത്, തെറ്റാണത്.
തെറ്റാണ്. അപ്പൊ നമ്മുടെ സമുദായത്തിൽ നടക്കുന്ന തൊലാക്കുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവളെന്നോ ഇറങ്ങിപ്പോയിട്ടും അല്ലെങ്കിൽ ഇറക്കി വിട്ടിട്ടൊക്കെയാണ് തൊലാക്ക് കിടക്കുന്നത്. ഈ പറയുന്ന ഒരു നിയമവും പാലിക്കുന്നില്ല, മുസ്ലിമീങ്ങൾ പാലിക്കുന്നില്ല. അള്ള പറഞ്ഞ ഈ നിയമങ്ങളെങ്ങാനും പാലിച്ചിരുന്നുവെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന തൊലാക്കുകളുടെ 99% ഇല്ലാതെയാവും. സഹോദരന്മാരെ, ഈ പറയുന്ന കാര്യമൊന്നും പാലിക്കൂല. അവസാനം ചെയ്യേണ്ടത് ആദ്യം ചെയ്യും. ഇസ്ലാമിൽ അവസാനത്തെ കയ്യാ തൊലാക്ക്. അതാദ്യം നമ്മൾ ചെയ്യും, ബാക്കിയൊക്കെ പിന്നെയാണ് നമ്മളെ കുടുംബ കോടതിയും ചർച്ചയും ഉപദേശവും അങ്ങോട്ടും ഇങ്ങോട്ടും പറയലും ഒക്കെ നടക്കുക. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. എത്രത്തോളം ഇത് ഓരോന്ന് നോട്ട് ചെയ്ത് പഠിക്കണം സഹോദരന്മാരെ. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ ഒന്ന് ചുരുക്കി പറയട്ടെ. ഉപദേശിക്കണം. 2, കിടപ്പറയിൽ വെടിയണം. ഇതൊക്കെ ഓരോ സ്റ്റേജുകളാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ്, അതും ഫലമില്ല. 3-മത്തത്, പരിക്കേൽക്കാത്ത നിലക്ക് സ്നേഹമുള്ളവന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു ചെറിയ ചൊട്ട് പോലും, ഒരു തല്ല് പോലും, ഒരു പിച്ചു പോലും വേദനയാണ്. ആ നിലക്കുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം. 3 കഴിഞ്ഞു. ഇപ്പോഴും പുറമേ ആരെയും അറിയിക്കാൻ പാടില്ല. ഇത് ഭാര്യയും ഭർത്താവും സ്വകാര്യമായി വെക്കുകയാണ് ഈ പണക്കം. ഇതുകൊണ്ടൊന്നും പരിഹാരമായില്ലെങ്കിൽ 4-മത് പറഞ്ഞ പരിഹാരമാണ് അവളുടെ കുടുംബത്തിലും ഒരാള്, ഇവന്റെ കുടുംബത്തിൽ നിന്നും ഒരാളെ ആ വിവരമറിയിച്ച് ഇവർക്കിടയിലെ പ്രശ്നത്തിന് പരിഹാരം അവർ ആരായുകയും ചർച്ചകൾ നടത്തുകയും അവരെ കൂട്ടി യോജിപ്പിക്കുവാനുള്ള പരമാവധി പരിശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യണം. അതും പരാജയപ്പെട്ടാൽ ഇസ്ലാം പറയുന്നു തൊലാക്ക് ചൊല്ലിക്കോളാൻ. പക്ഷെ അപ്പോഴും പറഞ്ഞു തിരക്ക് കൂട്ടണ്ട തൊലാക്ക് ചൊല്ലാൻ. അവൾ ശുദ്ധിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ശുദ്ധിയായാലും പോരാ, നീ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട നിലക്ക് തൊലാക്ക് ചെല്ലാൻ പാടില്ല. അതും കഴിഞ്ഞു. തൊലാക്ക് ഈ കാലങ്ങളൊക്കെ കാത്തുനിന്നു, തൊലാക്ക് ചൊല്ലിയാൽ പോലും നിന്റെ പുരയിൽ തന്നെ അവളെ നിന്റേതായ എല്ലാ സംരക്ഷണവും കൊടുത്തുകൊണ്ട് നീ കാണുകയുള്ള ഒരു സ്ഥലത്ത് അവളെ പാർപ്പിക്കണം. അവളുടെ ഏകദേശം 3 മാസക്കാലം. അതിന്റെ ഇടയിൽ നീ അവളെ പുറത്താക്കാനും പാടില്ല. അവളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ പാടില്ല. ഞാൻ തലാക്ക് ചൊല്ലി, പിന്നെ അപ്പൊ അള്ളങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ തീറ്റിപ്പോറ്റ നാണുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആ പെണ്ണ ഉടക്കൂ. ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് മാന്യതയോടുകൂടെ അതൊക്കെ കഴിഞ്ഞു. ആ 3 മാസക്കാലം കഴിഞ്ഞു. അവർക്കിടയിൽ എന്തെങ്കിലും ഒരു മാറ്റം കാണുന്നില്ല. ഇസ്ലാം പറഞ്ഞു ആ സമയത്തുള്ള ഏതെങ്കിലും നിലക്ക് ഒരു പ്രശ്നങ്ങളില്ലെങ്കിൽ നീ അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല, അവരിറങ്ങിപ്പോകാനും പാടില്ല. ഇവിടെ വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഇല്ലാ യഅതീന ബിഫാഹിശത്തിൻ മുബയ്യിന, വ്യക്തമായ നിലക്കുള്ള വല്ല നീചപ്രവൃത്തിയും കൊണ്ടുവന്നാലല്ലാതെ. അതിന് ബഹുഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും ആ വ്യക്തമായ നീചപ്രവൃത്തി എന്നുള്ളതിന് വ്യാഖ്യാനം കൊടുത്തത് വ്യഭിചാരമെന്നാണ്. വ്യഭിചാരമുണ്ടായാൽ അവളെ പുറത്താക്കാം. വ്യഭിചാരമുണ്ടായി, മൊഴിചൊല്ലി അവള് പിന്നെ വ്യഭിചരിക്കൊക്കെ ചെയ്യാണ് ആ രൂപത്തിൽ. അതല്ലെങ്കിൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു വ്യഭിചാരം തന്നെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കളവ്, മോഷണം, അതുപോലെ തന്നെ എപ്പോഴും വീട്ടിൽ വഴക്കും വെക്കാനോ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം, അങ്ങനെയൊക്കെ ഗതികേടാണെങ്കിൽ അവളെ എന്ത് ചെയ്യാം? പറഞ്ഞയക്കാം. അതൊന്നുമില്ലാത്ത പക്ഷം അവിടെ തന്നെ അവർ നിൽക്കണം. എന്നിട്ട് അല്ലാഹു തആല പറയാണ് വതിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അല്ലാഹു നിശ്ചയിച്ച അതിർത്തികളാണ്. അല്ലാഹു നിശ്ചയിച്ച അതിർത്തികളാണ് ഇതൊക്കെ. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അല്ലാഹുവിന്റെ അതിർത്തികളെ ആര് ലംഘിക്കുന്നുവോ, അല്ലാഹു നിശ്ചയിച്ച അതിർത്തികളെ ആര് ഭേദിച്ച് മുന്നോട്ട് പോകുന്നുവോ, ഫഖദ് ളലമ നഫ്സഹു, അവൻ തന്നോട് തന്നെ കടുത്ത അക്രമമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഹറാമാണെന്നായി പറയുന്നത്. അല്ലാഹു നിശ്ചയിച്ച ഈ അതിർത്തി ലംഘിക്കാൻ പാടില്ല. നമ്മുടെ സമുദായത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടോ? നാളിതുവരെ നടന്ന തൊലാക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കും. എവിടെയാണ് ഇത് നടന്നിട്ടുള്ളത്? എവിടെയാണിത് നടക്കുന്നത്? അവിടെ ഇസ്ലാമിക നിയമത്തിന്റെ കുഴപ്പമാണോ? ഇസ്ലാമിക നിയമം നടപ്പിലാക്കുന്നു, ഞങ്ങൾ മുസ്ലിം പേഴ്സണല്ലോ നിയമം അനുസരിച്ചാ മുന്നോട്ട് പോകുന്നത് എന്ന് വെറുതെ പറയുന്ന മുസ്ലിമീങ്ങളുടെ നിലപാടാണോ ഈ വിമർശകന്മാർക്ക് കാരണമായി തീർന്നത്? ഒരു സംശയവുമില്ല. മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആളുകളുടെ ഇസ്ലാമികമായ നിയമങ്ങൾക്ക് അപ്പുറം കടന്നുകൊണ്ടുള്ള കാട്ടിക്കൂട്ടലുകളാണ് ഇസ്ലാമിന് നേരെ ശത്രുക്കൾക്ക് കൊഞ്ഞനം കുത്താനും വിമർശനങ്ങൾ ഉന്നയിക്കുവാനും നിമിത്തമായത്. അതുകൊണ്ടാ പറയുന്നത് നമ്മളത് ശരിക്ക് പഠിക്കണം എന്ന് പറയും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്
ലാ തദ്രി ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ. ഇങ്ങനെ ഒരു ഏകദേശം 3 മാസക്കാലം മൊഴിചൊല്ലപ്പെട്ട പെണ്ണ് മൊഴിചൊല്ലിയ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിക്കണം എന്ന് പറഞ്ഞത് എന്തിനാ? ലാ തദ്രി, നിനക്കറിഞ്ഞുകൂടല്ലോ, ലഅല്ലല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ, അതിന്റെ ശേഷം അല്ലാഹു വല്ല കാര്യവും അവിടെ പുതിയതായിട്ടുണ്ടാക്കിയേക്കാം. ഇങ്ങനെ താമസിക്കുമ്പോ അള്ളാഹ് അവിടെ പുതിയ വല്ല കാര്യം ഉണ്ടാക്കിയേക്കാം. അതെന്താ? നേരത്തെ പറഞ്ഞതിന് ഒരു പക്ഷേ തലാക്ക് ചൊല്ലിയ പുതിയാപ്പള ഭർത്താവ് തന്നെ സ്വന്തം ഖേദിച്ചേക്കും, വേണ്ടിയിരുന്നില്ല. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ തമ്മിൽ പൂർവാധികം സ്നേഹത്തിൽ കഴിഞ്ഞുകൂടാൻ ഇടയാക്കിയേക്കും. അങ്ങനെ കാണില്ലേ, പരസ്പരം അങ്ങോട്ടും നേരം പുലർന്ന് രാത്രിയാവോളം കാണുന്നതാണ്. അവൾ അവിടെ ഉണ്ട്, ഇവന് ഇവിടെയുണ്ട്. എന്താ ചെയ്യുക? ഇങ്ങനെ തന്നെ ഓരോ ദിവസവും കഴിയുന്തോറും പ്രശ്നങ്ങൾ അങ്ങനെ അലിഞ്ഞലിഞ്ഞില്ലാതാവും. ഏകദേശം കേസുകളിലൊക്കെ അതില്ലാതാകും. അങ്ങനെ മടക്കിയെടുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കിയെടുക്കണം, ഇത് മടക്കിയെടുക്കാൻ അവസരമുള്ള തൊലാഖിന്റെ ഇദ്ദയിലാണ് ഈ നിയമമുള്ളത് കേട്ടോ. മടക്കിയെടുക്കാൻ ചാൻസ് ഉള്ള തൊലാഖിലാണ് പുതിയാപ്പളുടെ വീട്ടിൽ പെണ്ണിനെ എന്ത് ചെയ്യേണ്ടത്? പാർപ്പിക്കേണ്ടത്. അങ്ങനെ വേറെ ചില അവസരങ്ങളിൽ ഈ ഭർത്താവിന് ഈ പെണ്ണ് പിന്നെ നിഷിദ്ധായിരിക്കും, മടക്കിയെടുക്കാൻ ചാൻസ് ഉണ്ടാവില്ല. അത് ഞാൻ വേറെ വിശദീകരിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ മുത്തലാഖും ഒക്കെ വിഷയമായിട്ട് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്കൊരു ദിവസം വേറെ തന്നെ വിശദീകരിക്കാനുണ്ട്. ഈ തൊലാഖിനെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് തൊലാഖ് ചൊല്ലിയെങ്കിലും തിരിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. ഇദ്ദാകാലം കഴിയുന്നതിന്റെ മുമ്പ്, അഥവാ ഒരു ഏകദേശം 3 മാസക്കാലത്തിന്റെ ഇടയിൽ പഴയ ഭർത്താവിന് തന്നെ ഇവളെ തന്നെ തിരിച്ചെടുക്കുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്, ആ ചാൻസ് ഉള്ള തൊലാഖായതുകൊണ്ടാണ് മൊഴി ചൊല്ലിയ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് മൊഴി ചൊല്ലപ്പെട്ട പെണ്ണ് ആ അവധിക്കാലത്ത് താമസിക്കേണ്ടത് എന്ന് ഇസ്ലാം പറഞ്ഞത്. ആ ഘട്ടത്തിൽ അവൾക്ക് ഇസ്ലാമികമായി ചിന്തിക്കാനും അവന് ചിന്തിക്കുവാനും ഒക്കെ അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരുന്നു. ഇനി യുദ്ധ അവസാനിച്ച് കഴിഞ്ഞാൽ തന്നെ ഇസ്ലാം പറയാണ് മര്യാദപൂർവ്വം ഇടപെടണം. യുദ്ധ കഴിഞ്ഞു, ഈ ഏകദേശം 3 മാസക്കാലം ഭർത്താവിന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞു, അവർക്ക് തമ്മിൽ മാറ്റങ്ങളൊന്നുമില്ല. തിരിച്ചെടുക്കണോ? തിരിച്ചെടുക്കാൻ ഇപ്പൊ ചാൻസ് ഉണ്ട്. ഈ അവസരം കഴിഞ്ഞാൽ ഇനി ചാൻസ് കിട്ടൂല. പിന്നെ വേറെ കല്യാണവും വേറെ പിന്നെ മഹറും വേറെ സാക്ഷിയും വേറെ നിക്കാഹും ഒക്കെ നടക്കണം. അതേ അവസരത്തിൽ ഈ കാലയളവിന്റെ ഉള്ളിലാണെങ്കിലോ അവര് തമ്മിൽ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ മതി. അതോടുകൂടെ തിരിച്ചെടുക്കലായി. തെറ്റ് തീർന്നു. നോക്കണം, ഇസ്ലാം പറയാണ് ആ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് അവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു. ഇയാൾ പറയാണ് നമ്മൾ എന്തിനാടി പിണങ്ങി നിൽക്കുന്നത്? ഞാൻ നിന്നെ അങ്ങനെ ഒരു വിവരക്കേട് ചെയ്തു, ശരി ഞാൻ നിന്നെ മടക്കിയെടുത്തു. അത് അവരോ അങ്ങനെ തന്നെ ഒന്നിച്ചാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതോടുകൂടി അയാളുടെ ഭാര്യ തന്നെയായി മാറി. അതിന് പ്രത്യേക മഹർ വേണ്ട, വേറെ പിന്നെ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ അഥവാ രക്ഷാകർത്താവ് വേണ്ട, അതൊന്നും അതിനാവശ്യമില്ല. അതേ അവസരത്തിൽ ത്വലാഖ് ചൊല്ലുന്നതിനും തിരിച്ചെടുക്കുന്നതിനും സാക്ഷികൾ ഉണ്ടാകലാണ് നല്ലത് എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. പരിശുദ്ധ ഖുർആൻ പറയുന്നു വഅശ്ഹിദൂ ദവൈ അദ്ലിൻ മിൻകും വഅഖീമുശ് ശഹാദത ലില്ലാഹ്, നിങ്ങൾക്കിടയിൽ നിന്ന് 2 നീതിമാന്മാര് സാക്ഷി നിൽക്കട്ടെ. ആ സാക്ഷിത്വത്തെ അവരെ കൃത്യമായി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നിലനിർത്തുകയും ചെയ്യട്ടെ. അതെന്തിനാ? പിന്നീടൊരു തർക്കവും വഴക്കൊന്നും ഇല്ലാതിരിക്കാനും തർക്കമുണ്ടാവുകയാണെങ്കിൽ സത്യം തെളിയിക്കാനൊക്കെ സാക്ഷികൾ ആവശ്യം. അതേ അവസരത്തിൽ ത്വലാഖ് ചൊല്ലുമ്പോൾ ആരുമില്ല, ഭാര്യയും ഭർത്താവും മാത്രം ഇരിക്കുന്നിടത്തുനിന്നാണ് ത്വലാഖ് ചൊല്ലി, ത്വലാഖ് സംഭവിക്കും. അവർ രണ്ടാളും മാത്രമുള്ള ഇടത്തുനിന്ന് അവരങ്ങോട്ട് തിരിച്ചു വന്നാവും ചെയ്തു, അതും സംഭവിക്കും. എന്നാൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോ നല്ലതാണെന്ത്? സാക്ഷികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ത്വലാഖ് ചൊല്ലിയാൽ അതിന് സാക്ഷികൾ ഉണ്ടാകുന്നത് നല്ലതാണ്. തിരിച്ചെടുക്കുന്നു എന്നതും 2 ആള് സാക്ഷികൾ മുഖേനയാകുന്നത് നല്ലതാണ്. അതേ അവസരത്തിൽ ത്വലാഖ് ചൊല്ലുന്നതിനും തിരിച്ചെടുക്കുന്നതിനുമൊക്കെ സാക്ഷികൾ നിർബന്ധമാണ്. നല്ലതാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നിർബന്ധം തന്നെയാണ് എന്നഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരും ഉണ്ട്. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ത്വലാഖ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ തിരിച്ചെടുക്കൽ എന്നത് സംഭവിക്കണമെന്നുണ്ടെങ്കിലും സാക്ഷികൾ നിർബന്ധമില്ല. എന്നാൽ നല്ലതാണ്. എന്തിന്? തർക്കമുണ്ടാകുമ്പോ ഒരു തീർപ്പിന് സാക്ഷികൾ ഉണ്ടാകുന്നത് നല്ലതാണല്ലോ എന്ന നിലക്ക്. ഇതാണ് ആ വിഷയത്തിൽ ഇസ്ലാം കൃത്യമായി നിയമങ്ങൾ പഠിപ്പിച്ചിട്ട് പറയാണ്.
നിങ്ങൾ അവരുടെ അവധി എത്തിക്കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ അവരുടെ ഇദ്ദാക്കാലം തീരാനായി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ അവരെ നിങ്ങൾ തിരിച്ചെടുത്ത് നിങ്ങളുടെ ഭാര്യയായി നിങ്ങളുടെ കൂടെ താമസിപ്പിക്കുക. അതാണ് ഖുർആൻ പറയുന്നത്. ഫഇദാ ബലഗ്നാ അജലഹുന്ന, മൊഴി ചൊല്ലപ്പെട്ട പെണ്ണിന്റെ ആ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ ഫഅംസികൂഹുന്ന, നിങ്ങൾ അവരെ നിങ്ങളുടെ കൂടെ തന്നെ പാർപ്പിക്കുവീൻ, പിടിച്ചുവെക്കുവീൻ, ബിമഅറൂഫിൻ, സദാചാര മര്യാദപൂർവം നിങ്ങൾ അവരെ തിരിച്ചെടുക്കുവീൻ. ഔ ഫാരിഖൂഹുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അവരെ പിരിച്ചയക്കുവീൻ, പിരിച്ചയക്കുമ്പോഴും ബിമഅറൂഫ്, വളരെ മാന്യതപൂർവമേ പിരിച്ചയക്കാൻ പാടുള്ളൂ. അപ്പോഴും ഒരു വെറുപ്പിക്കുന്ന വാക്കോ പെരുമാറ്റോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിരിച്ചയക്കാണ്, നമ്മളെ മെലിഞ്ഞ് ബന്ധം മുന്നോട്ട് പോകില്ല. ശരി, മാന്യമായിട്ട് പിരിച്ചയക്കണം, മാന്യമായി പിരിച്ചയക്കണം എന്നാണ് ഇസ്ലാം പറയുന്നത്. എത്രത്തോളം അങ്ങനെ പിരിച്ചയക്കപ്പെടുന്ന നേരത്ത് പോലും എന്തെങ്കിലുമൊക്കെ പാരിതോഷികം കൊടുത്തിട്ട് വേണം പറഞ്ഞയക്കാൻ. അല്ലാഹ്, ഇസ്ലാമിന്റെ നിയമം, ഇസ്ലാമിന്റെ നിയമം. മൊഴി ചൊല്ലപ്പെട്ട പെണ്ണിന് അവനെ മൊഴി ചൊല്ലിയ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഏകദേശം 3 മാസക്കാലം ഭക്ഷണവും വസ്ത്രവും താമസവും ഒക്കെ കൊടുത്ത് അവിടെ തന്നെ താമസിപ്പിച്ച് ഇനിയും മുന്നോട്ട് പോകൂല എന്നുണ്ടെങ്കിൽ അവളെ മാന്യമായി പിരിച്ചയക്കുന്ന ഘട്ടത്തിലും എന്ത് ചെയ്യണമെന്നാ ഇസ്ലാം പറയുന്നത്? അവിടെയും ഇസ്ലാം പറയുകയാണ്, വലിൽ മുത്തല്ലഖാതി മതാഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഅഖിലൂൻ. സൂറത്തുൽ ബഖറയിലെ 241 ആയത്തിൽ നമുക്ക് കാണാം. 241, 242 വചനങ്ങളിൽ നമുക്ക് കാണാം. എന്താ അവിടെ അല്ലാഹ് പറയുന്നത്? വലിൽ മുത്തല്ലഖാതി, വിവാഹമുക്തയായ പെണ്ണിനുണ്ട്, വിവാഹമുക്തയായ പെണ്ണിനുണ്ട് മതാഉൻ ബിൽ മഅറൂഫ്, സദാചാര മര്യാദ അനുസരിച്ച് അവൾക്ക് വല്ല വിഭവങ്ങളും കൊടുത്തു പറഞ്ഞേക്കേണ്ടതുണ്ട്. ഹഖ്ഖൻ അലൽ മുത്തഖീൻ, അത് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മുത്തഖീങ്ങൾക്കൊരു കടമയാകുന്നു. അല്ലാഹ് പഠിപ്പിക്കുകയാണ്. തലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ഇതൊക്കെ കഴിഞ്ഞ് അവളുടെ ഇദ്ദാക്കാലം അവസാനിച്ച് തിരിച്ചെടുക്കുന്നില്ല, അവർ മുന്നോട്ട് പോകുന്നില്ല, അവളെ പറഞ്ഞയക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സമ്മാനം കൊടുത്ത് സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കണം എന്ന്. പിരിഞ്ഞു പോവുകയല്ലേ, ഇതുവരെ ഒന്നിച്ച് ജീവിച്ചവരല്ലേ, എന്തെങ്കിലുമൊക്കെ അവർക്ക് സമ്മാനം കൊടുത്ത് വിടണമെന്ന്. അതെന്താണോ ഓരോരുത്തർക്ക് കഴിയുക ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു പാരിതോഷികം, ഒരു സമ്മാനം, ഒരു ഗിഫ്റ്റ് കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് വേണം അവരെ പറഞ്ഞയക്കാൻ. അതൊരു ജോഡി വസ്ത്രം എന്ന് പറഞ്ഞവരുണ്ട്. എന്താണോ ഒരാളെ കൊണ്ട് കഴിയുക അത് അയാൾ സന്തോഷത്തോടെ അവൾക്ക് കൊടുത്തിട്ട് അവളെ പറഞ്ഞയക്കാം. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, അപ്രകാരം അല്ലാഹു അവന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. അല്ലാഹു അവന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി. അല്ലാഹു പറയാണ്, ഈ വചനമാണ്, ഈ ഒരു ആയത്താണ് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശരീഅത്ത് വിവാദമുണ്ടാകാൻ കാരണമായ വചനം. അതായത് 1973 ക്രിമിനൽ നടപടിക്രമത്തിൽ ഭേദഗതി വരുത്തിയപ്പോ ഭർത്താവ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം എന്നൊരു നിയമം വന്നു. ഭേദഗതി വരുത്താൻ വേണ്ടി ആലോചിക്കുകയാണ്. അതെന്താ പ്രശ്നം ഉണ്ടായത്? ഇന്ത്യ രാജ്യത്ത് ഇൻഡോറിലെ ഷാബാനു ബീഗം എന്ന് പറയുന്ന ഒരു പെണ്ണിന് അവളുടെ മുൻ ഭർത്താവ് അഡ്വക്കേറ്റ് മുഹമ്മദ് അഹമ്മദ് ഖാൻ ചെലവിന് കൊടുക്കണമെന്ന് മധ്യപ്രദേശിലെ കീഴ്ക്കോടതിയും ഹൈക്കോടതിയും വിധിച്ചു. എന്താണ്? ഷാബാനു എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ഒരു അഡ്വക്കേറ്റ് മുഹമ്മദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന പുതിയാപ്പള തൊലാക്ക് ചൊല്ലി. തൊലാക്ക് ചൊല്ലിയപ്പോ അത് മധ്യപ്രദേശിലെ കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും വിധി വന്നുവെന്ന് ചെലവിന് കൊടുക്കണം. ഷാബാനുവിന് മുൻ ഭർത്താവ് എന്ത് ചെയ്യണം? ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ അതിനെതിരെ ഭർത്താവ് സുപ്രീം കോടതിയിൽ പോയി. മൊഴി ചൊല്ലപ്പെട്ട പെണ്ണിന് ഞാൻ എങ്ങനെ ചെലവിന് കൊടുക്കുക? ഭർത്താവ് സുപ്രീം കോടതിയിൽ പോയി. അന്ന് അവിടെ ചീഫ് ജസ്റ്റിസ് അടക്കം 5 ജഡ്ജിമാരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ച് ഈ പുതിയാപ്പളക്കെതിരെ, അഥവാ ഈ അഹമ്മദ് ഖാനെതിരെ വിധി എഴുതി. എന്താ വിധിച്ചത്? എന്താ വിധി വന്നത്? വളരെ കൃത്യമായിട്ട് ആ വിധിയിൽ വന്നത്, വിവാഹമോചിതക്ക് ഒന്നുകിൽ മരണം വരെ ചെലവിന് കൊടുക്കണം,
അതല്ലെങ്കിൽ അവളെ മറ്റൊരു ഭർത്താവ് വിവാഹം കഴിക്കുന്നത് വരെ ആദ്യ ഭർത്താവ് ചെലവിന് കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. മനസ്സിലാക്കണം, ശരീഅത്ത് വിവാദം ഉണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് വിധി വന്നു, വിവാഹമോചിതയായ പെണ്ണിന് മരണം വരെ ആദ്യ ഭർത്താവ് ചെലവിന് കൊടുത്തോളണമെന്ന്. തീർന്നില്ല, അതല്ലെങ്കിൽ ഈ പെണ്ണിനെ വേറൊരാൾ കല്യാണം കഴിക്കുന്നത് വരെ, അവള് വീണ്ടും വിവാഹം കഴിക്കപ്പെടുന്നത് വരെയുള്ള ചെലവിന് ആര് കൊടുക്കണം? മുൻ ഭർത്താവ് കൊടുക്കണം എന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. അതിനാ തെളിവായിട്ട് ഈ ആയത്താ ഓതിയത്. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, വലിൽ മുത്തല്ലഖാതി മതാഉൻ ബിൽ മഅറൂഫി ഹഖ്ഖൻ അലൽ മുത്തഖീൻ. വിവാഹമുക്തയായ പെണ്ണിന് അവൾക്ക് ജീവനാംശം കൊടുക്കണം. മതാഉൻ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ ജീവനാംശം കൊടുക്കണം എന്ന് പറഞ്ഞാൽ മരണം വരെ അല്ലെങ്കിൽ പുനർവിവാഹം വരെ. അത് മുത്തഖീങ്ങൾക്ക് ബാധ്യതയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ ബാധ്യതയാണ് തൊലാഖ് ചൊല്ലപ്പെട്ട പെണ്ണിന് മരണം വരെയോ പുനർവിവാഹം വരെയോ ചെലവിന് കൊടുക്കണം എന്നത് ഖുർആനിന്റെ നിയമമാണ് എന്ന് കോടതി കൃത്യമായിട്ട് തന്നെ സുപ്രീം കോടതിയിൽ വെച്ച് ഈ വചനം ഉദ്ധരിച്ചുകൊണ്ട് വിധി പ്രസ്താവിച്ചു. ഇതിനെതിരെയാണ് ദീനീ താൽപര്യമുള്ള മുസ്ലിം സംഘടനകളും നേതാക്കളും ഒന്നിച്ച് ശബ്ദിച്ചു. പാടില്ല, അത് ഇസ്ലാമിക ശരീഅത്തിന്റെ മേൽ കൈവക്കലാണ്. ശക്തമായി മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി അനുവദിക്കില്ലെന്ന് പറഞ്ഞു. ഒരിക്കലും ഇത് ഇസ്ലാം പഠിപ്പിക്കാത്ത നിയമമാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചതാണ് കോടതി എന്ന് പറഞ്ഞു. വളരെ കൃത്യമായി സമൂഹത്തിനത് പഠിപ്പിച്ചു. നിയമം മാറ്റേണ്ടി വന്നു. മുസ്ലിമീങ്ങളുടെ പഴയ നിയമം തന്നെ തിരിച്ചു കൊടുത്തു. അതെന്താ? വിവാഹമുക്തയായ പെണ്ണിന് അവൾ പിരിഞ്ഞു പോകുന്ന നേരത്ത് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കണമെന്നേ ഈ ആയത്തിലുള്ളൂ. ഈ ആയത്തോതിയിട്ട് പെണ്ണിന്റെ മരണം വരെ ചെലവിന് കൊടുക്കണമെന്നോ അവളെ വേറൊരാൾ കല്യാണം കഴിക്കുന്നത് വരെ ചെലവിന് കൊടുക്കണമെന്നോ ഇല്ല എന്ന് ലോക മുസ്ലിം പണ്ഡിതന്മാർ വളരെ കൃത്യമായി ഇന്ത്യ രാജ്യത്ത് സംഘടിച്ച് സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ച് ഇതിനെതിരെ ശബ്ദിച്ചപ്പോൾ ആ വിധി തിരുത്തേണ്ടി വന്നു. അതിന് കാരണമായി തീർന്ന ഒരു സൂക്തമാണിത് എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് എന്താ? പെണ്ണിന്റെ മരണം വരെ അല്ലെങ്കിൽ പുനർവിവാഹം വരെ ചെലവിന് കൊടുക്കണം എന്നല്ല. തൊലാഖ് ചൊല്ലപ്പെട്ട പെണ്ണ് ദീക്ഷാകാലം അഥവാ അവളുടെ ഇദ്ദാകാലം ഭർത്താവിന്റെ വീട്ടിൽ തന്നെയൊക്കെ കഴിഞ്ഞ് അവര് പിരിയാൻ തന്നെ തീരുമാനിച്ചു, മടക്കിയെടുക്കാൻ ഉദ്ദേശമല്ല എങ്കിൽ പിരിഞ്ഞു പോകുമ്പോ അവള് നല്ല നിലക്കൊന്ന് സന്തോഷിപ്പിച്ച് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് വേണം പറഞ്ഞയക്കാൻ. അതാണ് ഏറ്റവും നല്ലത്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ തലാഖ് സംബന്ധമായ നിയമങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സൂറത്തു തലാഖ് എന്ന ഒരു അധ്യായം തന്നെയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഇതേ പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്തു തലാഖ്. അതിൽ അല്ലാഹു പറയുന്നത്, ദാലികും യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അല്ലാഹു ദാലികും യുഅദു ബിഹി, ഇതുകൊണ്ടൊക്കെ അല്ലാഹു ഉപദേശിക്കുകയാണ്. ഈ പറഞ്ഞ നിയമങ്ങൾ കൊണ്ടൊക്കെ റബ്ബാണ് ഈ നിയമങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത്. ഈ നിയമങ്ങൾ കൊണ്ടെല്ലാം അല്ലാഹു ഉപദേശിക്കുന്നത് ആരോടാണ്? മൻ കാന യുഅ്മിനു ബില്ലാഹ്, ആർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ, വൽ യൗമിൽ ആഖിരി, പരലോകത്തിലും അല്ലാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരോടാണ് ഈ വർത്തമാനം. നോക്കൂ നിങ്ങൾ അതിന്റെ ഗൗരവം. എന്താണ് പറയുന്നതിന്റെ അർത്ഥം? അള്ളാഹുവിൽ വിശ്വാസവും പരലോകത്തിലൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ നിയമങ്ങൾ പാലിക്കണമെന്ന്. ഇതൊന്നും പാലിക്കുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിലും പരലോകത്തിലൊന്നും വിശ്വാസമല്ലാന്ന അർത്ഥം. എത്ര ഗൗരവത്തോടെയാണ് റബ്ബ് പറയുന്നത് ഈ നിയമങ്ങൾ. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ദാലികും യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരോടാണ് ഈ ഉപദേശം നടത്തുന്നത്. അതുകൊണ്ട് ഏതൊരു നിയമങ്ങളും അല്ലാഹ് പഠിപ്പിച്ച നിയമങ്ങൾ, അള്ളാഹുവിനെ ഓർത്ത് പരലോക കോടതിയിൽ ഞാൻ പോയി മറുപടി പറയേണ്ടി വരുമല്ലോ എന്നോർത്തുകൊണ്ട് ജീവിതത്തിന്റെ ഏതെല്ലാം രംഗങ്ങളിൽ നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കുന്നുണ്ടോ, നിയമങ്ങൾ പാലിച്ച് ജീവിച്ചതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ താൽക്കാലികം വിഷമം നമ്മുടെ മനസ്സിൽ തോന്നിയാലും ആത്യന്തികമായ വിജയം ആ നിയമം പാലിക്കുന്നവർക്കേ ലഭിക്കുകയുള്ളൂ.
ഇത് പറഞ്ഞിടത്താണ് അള്ളാഹു ഒരു പൊതു നിയമം പഠിപ്പിച്ചത്. ഈ വിഷയം പറഞ്ഞിടത്താണ് അള്ളാഹു ഒരു പൊതു നിയമം പഠിപ്പിച്ചത്. ത്വലാഖിന്റെ കാര്യത്തിൽ മാത്രല്ല, എല്ലാ രംഗത്തും മുസ്ലിമീങ്ങളോട് അല്ലാഹു തആല ഒരു കാര്യം പറയാണ്. അതെന്താ? ആര് അല്ലാഹുവിന്റെ നിയമം കൽപ്പനകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജാ, അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ അല്ലാഹു അവനൊരു വഴി കാണിച്ചു കൊടുക്കും. അത് ഇസ്ലാമിന്റെ പൊതുതത്വമാണ്. അള്ളാന്റെ ഒരു നിയമം ഒരാൾ പാലിച്ചതിന്റെ പേരിൽ ഒരാളും കഷ്ടപ്പെടൂല. വമൻ യത്തഖില്ലാഹ, ആര് അള്ളാനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവോ യജ്അൽ ലഹു മഖ്റജാ, അവന് പുറത്തു കിടക്കാനുള്ള ഒരു മാർഗം നിശ്ചയിച്ചു കൊടുക്കും. വയർസുഖുഹു, അവൻ അല്ലാഹു റിസ്ക് നൽകുന്നതാണ്. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ. നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അല്ലാഹു റിസ്ക് തരും. എപ്പോ? അള്ളാനെ സൂക്ഷിച്ച് ജീവിച്ചാൽ. ഇത് ത്വലാഖിന്റെ കാര്യത്തിലേക്ക് മാത്രമല്ല സുഹൃത്തുക്കളെ, എത്രയോ ആളുകൾ ഹറാമായ രൂപത്തിലുള്ള ജോലി ചെയ്യേണ്ടി വരുന്നു എന്നതിന്റെ പേരിൽ വമ്പിച്ച ശമ്പളമുണ്ടായിട്ട് പോലും ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത എത്രയോ ആളുകളുണ്ട്. ഇസ്ലാം അനുവദിക്കാത്ത കാര്യങ്ങളാണ് എനിക്ക് ആ ജോലിയിൽ ചെയ്യേണ്ടി വരുന്നത്. അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതികളാണ് എനിക്ക് ആ ജോലിയിൽ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ ജോലി എനിക്ക് തുടരാൻ പറ്റുമോ എന്ന് ചോദിച്ചു വരുന്ന എത്രയോ സഹോദരന്മാര് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ആ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് നിങ്ങൾ രാജിവെച്ചു പോയാലും പടച്ച റബ്ബ് നിങ്ങളെ വഴിയാധാരമാക്കുകയില്ല. അതിനേക്കാൾ ഉത്തമമായത് അള്ള തരും. നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ റബ്ബ് നമുക്ക് റിസ്ക് നൽകിയേക്കും. നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഈ പ്രവാസ ജീവിതത്തിന്റെ ഇടക്ക് സഹോദരന്മാരെ, ഒരുപാട് സുഹൃത്തുക്കളെ ഈ ഉള്ളവന് നേരിട്ടറിയാം. അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് മനസ്സമാധാനമില്ല. ഹറാമ് ചെയ്യേണ്ടി വരികയാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് ചെയ്യേണ്ടി വരികയാണ് അവരുടെ ജോലിക്കിടയിൽ. അവർ പലപ്പോഴും വന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, എനിക്കിതിൽ മനസ്സമാധാനമില്ല, ഈ ജോലിയിൽ നിന്ന് എനിക്ക് വിടാനും കഴിയുന്നില്ല, ഞാൻ എന്ത് വേണം? അത്തരത്തിലുള്ള ആളുകളൊക്കെ പടച്ച റബ്ബിനെ ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അത്തരം ജോലികളിൽ നിന്ന് രാജിവെച്ചു പോയിട്ട് അവർക്കൊരിക്കലും ഒരു കഷ്ടതയും വരുത്താതെ അവർക്കന്ന് ലഭിച്ചിരുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ ശമ്പളമുള്ള ജോലികൾ അല്ലാഹു അവർക്ക് നൽകി എന്ന സന്തോഷ വാർത്ത നമ്മോട് വന്ന് പറഞ്ഞ അനുഭവങ്ങൾ എമ്പാടും ഈ ഉള്ളവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വെറുതെ പറയുന്നതല്ല. ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാം, മനസ്സിനിണങ്ങാത്ത ജോലിയിലാണ് കയറിയത്. അള്ളാഹ്ക്ക് വെറുപ്പുള്ള പല സംഗതികളും ചെയ്യേണ്ടി വന്നു, അവർ ഒഴിവായി. നമ്മൾ അവിടെ ഒന്നേ ചിന്തിക്കേണ്ടതുള്ളൂ, എന്ത്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ നമ്മൾ ഒഴിവാകുന്നത്? വമൻ യത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അത് അള്ളാഹ്ക്കറിയാമല്ലോ. എങ്കിൽ അള്ളാന്റെ ഓഫറാണ്, സംശയം വേണ്ട. യജ്അൽ ലഹു മഖ്റജാ, അള്ളയവനെ കഷ്ടപ്പെടുത്തൂല, അള്ളയവനെ കുടുക്കിലകപ്പെടുത്തൂല. പുറത്ത് കിടക്കാൻ ഒരു വഴി റബ്ബവന് നിശ്ചയിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. തീർന്നില്ല. വയർസുഖുഹു, അള്ളയവന് റിസ്ക് കൊടുക്കും. മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ റബ്ബവന് റിസ്ക് കൊടുക്കും. പക്ഷെ അതിനെന്ത് വേണമെന്നറിയോ? നല്ല ഉറപ്പ് വേണം, നല്ല തവക്കുല് വേണം. നല്ല തവക്കുലുള്ളവർക്ക് അതിന് കഴിയുള്ളൂ, അല്ലെങ്കിൽ അതിന് കഴിയൂല. അതുകൊണ്ട് തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു തആല അതിന്റെ ശേഷം എന്താ പറയുന്നത്? വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, ആര് അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുന്നുവോ, ആര് അല്ലാഹുവിന്റെ മേൽ സമ്പൂർണമായി അർപ്പിക്കുന്നുവോ, ആ അർപ്പണബോധം ആർക്കൊക്കെയുണ്ടോ, ഫഹുവ ഹസ്ബുഹു, അവന് അല്ലാഹ് മതി. അള്ളാനെ ഓർത്തൊരാള്, അള്ളാഹ് നീ എന്നെ കഷ്ടപ്പെടുത്തൂല, ഞാൻ നിന്നിൽ ഏൽപ്പിച്ചിട്ടാണ് ഇത് ഒരുങ്ങുന്നത് എന്ന നിലക്ക് അള്ളാഹുവിൽ ആര് തവക്കുലാക്കുന്നുവോ അവൻ അല്ലാഹ് മതി. ഇന്നല്ലാഹ ബാലിഗു അംരിഹി, അല്ലാഹ് അവന്റെ കാര്യം എത്തിക്കുക തന്നെ ചെയ്യും, തീർച്ചയാണ്. ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ, അല്ലാഹു എല്ലാ കാര്യത്തിനും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു അളവ് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു കൃത്യമായ തോത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ അടിയുറച്ചാണ് വിശ്വസിച്ച് അള്ളാന്റെ മാർഗത്തിൽ
അത് ഏതൊക്കെ മേഖല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, മൊത്തം പറയാണ്. അള്ളാനെ സൂക്ഷിച്ച് ജീവിച്ചതിന്റെ പേരിൽ ഒരാളും കഷ്ടപ്പെടൂല. അള്ളാഹ്ക്ക് വേണ്ടിയാണോ ഒരാൾ ഇതൊക്കെ സഹിച്ചത്, അള്ളാഹ് അവൻ അതിനേക്കാൾ മുന്തിയത് പകരം കൊടുക്കും, ഒരു സംശയവും വേണ്ട. അത് അള്ളാന്റെ ഓഫറാണ്, ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ഓഫർ അല്ല. അള്ളാന്റെ ഓഫറിന്റെ പ്രത്യേകത എന്താ? അള്ളാഹിനോട് നമ്മൾ പറയുന്നില്ലേ, ഇന്നക ലാ തുഖ്ലിഫുൽ മിയാദ്, അള്ളാഹുവേ നീ കരാർ ലംഘിക്കുന്നവനല്ല. അള്ളാഹ് പറഞ്ഞത് കിട്ടും. അള്ളാഹുവിന്റെ ഓഫറിൽ, അള്ളാഹുവിന്റെ വാഗ്ദത്തത്തിൽ വിശ്വാസമുണ്ടാകണമെന്ന് മാത്രം. അതാ തവക്കുൽ. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി അള്ളാഹുവിൽ ഞാൻ അർപ്പിക്കാൻ തയ്യാറുണ്ടോ? റബ്ബ് എന്നെ കഷ്ടപ്പെടുത്തൂലാന്ന്. അതാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ശൈഇൻ ഖദ്റാ. അപ്പൊ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളുടെയും ഓരോ പ്രശ്നങ്ങളും എത്തുമ്പോൾ നമ്മളെ മനസ്സ് പറയും, ഞാനിപ്പോ അതൊക്കെ നോക്കിയാ പിന്നെ എങ്ങനെ ഞാൻ ജീവിക്കുക? അങ്ങനെ നമ്മൾ പിന്നെ ഹറാമ് തുടരും. അങ്ങനെയൊക്കെ കൂടി ആലോചിച്ചപ്പോ എങ്ങനെ ഞാൻ മുന്നോട്ട് പോകുക? അപ്പൊ ശൈത്താനോട് പറയും, തൽക്കാലമായി തന്നെ നിന്നോ. എന്നാൽ അള്ളാഹ് പറയുന്നത് എന്താ അറിയോ? അള്ളാനെ ഓർത്തുകൊണ്ട് ഏത് രംഗത്താവട്ടെ, അത് വിവാഹമോ വിവാഹമോചനമോ കച്ചവടമോ ബിസിനസ്സോ നമ്മുടെ മറ്റു ജോലികളോ ഏതാവട്ടെ, നമ്മൾ ഒഴിവായാൽ അള്ളാഹ്ക്ക് വേണ്ടിയാണോ, അത് അള്ളാഹ്ക്കറിയാലോ. അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടാണോ, റബ്ബ് കൈവടിയൂല. വളരെ കൃത്യമായിട്ടുള്ള ഓഫറാണ്, വാഗ്ദത്തമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഇസ്ലാമികമായ നിയമങ്ങളൊക്കെ ആ നിയമങ്ങളെ കൃത്യമായി തന്നെ പാലിച്ചുകൊണ്ട് അത് പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചിട്ടുള്ള മാർഗങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തുക, നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അവന്റെ ഫളല് കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട് അനുഗ്രഹിച്ചേക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ രംഗത്തും ഈ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോകാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും ഇതിന്റെ ബാക്കി മറ്റു ചില മസ്അലകളും നമുക്ക് ഇൻഷാ അല്ലാഹ് വിവരിക്കുവാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുകയും എല്ലാ വിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും നമ്മയേവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സന്തോഷപൂർണമായ ഒരു കുടുംബ ജീവിതം നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.